ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിന് ഇനി അവശേഷിക്കുന്നത് 5 ദിവസം മാത്രമാണ്. കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ സജീവമായി തന്നെയുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF ഉള്ളത്. 50,000-ലധികം വോട്ടിന് ജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് നേതാക്കൾ ആവർത്തിച്ചു പറയുകയാണ്. ഈ കണക്കറിയാൻ ആകാംക്ഷയോടെ അണികളും കാത്തു നിൽക്കുകയാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ്റെ ചീഫ് ഇലക്ഷൻ ഏജന്റും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നേതാവുമായ അഡ്വക്കേറ്റ് ടി.ഒ. മോഹൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അന്തിമ വിശകലനം എന്ന രീതിയിലാണ് നമ്മൾ ടി.ഒ. മോഹനെ സമീപിക്കുന്നത്. എന്തായാലും വോട്ടെണ്ണലിന് ഇനി 5 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. നേരത്തെ നിങ്ങൾ പ്രകടിപ്പിച്ച ആത്മവിശ്വാസത്തിൽ നിന്നും എന്തെങ്കിലും പിറകോട്ട് പോയിട്ടുണ്ടോ? ആത്മവിശ്വാസത്തിൽ നിന്ന് പിറകോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, അത് കുറേയും കൂടി വർദ്ധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദേശീയ രാഷ്ട്രീയവും സംസ്ഥാനത്തെ രാഷ്ട്രീയവും ഒക്കെ വിശകലനം ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക? കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം BJP ഒരു വലിയ ശക്തിയൊന്നുമല്ല. മാത്രമല്ല, കണ്ണൂരിലെ ജനങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മതേതര കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്നവരാണ്. ആ മതേതര കാഴ്ചപ്പാടുകൾ കൂടുതലായിട്ട് വെച്ചു പുലർത്തുന്ന ആളുകൾക്ക് നരേന്ദ്രമോദിയുടെ വർഗീയ രാഷ്ട്രീയം എത്രമാത്രം ദഹിച്ചു എന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന ബോധ്യമാകും. കാരണം ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് മാത്രമേ BJPക്ക് വോട്ട് നേടാൻ കഴിയൂ എന്ന് BJP തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഉത്തരേന്ത്യയിൽ പ്രയോഗിക്കുന്ന അതേ തന്ത്രം കേരളത്തിൽ പ്രയോഗിച്ചാൽ അത് ഫലിക്കില്ല എന്ന് പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ട്. 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം രാജ്യത്ത് വികസനമല്ല വിഭജനമാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ജനങ്ങൾക്കൊരു തീരുമാനമുണ്ട്. നമുക്ക് ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി 5 ദിവസം മുൻപ്, തെരഞ്ഞെടുപ്പിൻ്റെ 5 ദിവസം മുൻപ് രാജസ്ഥാനിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിനകത്ത് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ സമ്പത്തുകളെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് പോലും വലിയ മാനസിക പ്രയാസം ഉണ്ടാകുന്നതാണ്. അങ്ങനെയൊന്നല്ല നമ്മുടെ രാജ്യത്തെ കാണേണ്ടത്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്രയും വർഷമായിട്ട് ഏറ്റവും നല്ല മതേതര രാഷ്ട്രമായി ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു രാജ്യത്തെ എത്രമാത്രം താഴോട്ടേക്ക് വലിച്ചു എന്ന് നമ്മൾ കാണണം. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രിയെ പോലുള്ള ആളുകൾ 10 വർഷം നേതൃത്വം കൊടുത്ത ഒരാൾ ജനങ്ങളുടെ മുമ്പാകെ പറയേണ്ടത് കഴിഞ്ഞ 10 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളും അതുപോലെ ഇനി നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രവിദ്യകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഏതായാലും അതുപോലെ തന്നെ കേരളത്തിലെ ഒരു രാഷ്ട്രീയം പരിശോധിച്ചാൽ 8 വർഷമായിട്ട് ഇവിടെ നടക്കുന്ന ഭരണത്തെ നമ്മളൊന്ന് കാണുക. ഏത് വിഭാഗത്തിനാണ് മെച്ചമുള്ളത്, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെട്ടത്? ക്ഷേമ പെൻഷൻ പോലും കൊടുക്കുന്നില്ല. വലിയ പ്രയാസത്തിലാണ് സാമ്പത്തികമായിട്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സർക്കാർ ജീവനക്കാർക്ക് 1-ാം തീയതി ശമ്പളം കിട്ടാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിണറായിയുടെ ഭരണത്തിലാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ്, മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങളില്ല എന്ന് വേണ്ട എല്ലാ മേഖലയിലും കുടിശ്ശികയാണ്. ഒന്നും കൊടുക്കുന്നില്ല. നിസ്സാരമായ തുക പോലും. അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാസങ്ങളായിട്ട് കൂലിയില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷമതയില്ല. ഓരോ മേഖലയും എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോഴും വലിയ ദൂർത്ത് മുഖ്യമന്ത്രി നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അഴിമതി നടത്തുന്നു. ഇതിനെയൊക്കെ ന്യായീകരിക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് ഈ നാട്ടിലെ സാധാരണ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരായ അണികൾ എത്തി നിൽക്കുന്നു. അവരൊക്കെ അവരുടെ പ്രതിഷേധം ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ അവർ പ്രയോഗിക്കും എന്നതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണിയിൽ അവർ പ്രതീക്ഷ കാണുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രതീക്ഷ കാണുന്നുണ്ട്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവസാന ഘട്ടത്തിൽ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ളൊരു തെരഞ്ഞെടുപ്പായിട്ട് മാറി. ആ സമയത്ത് ജനങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ ചിന്തിക്കുമ്പോൾ, രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി നിലപാടെടുക്കുമ്പോൾ, ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെയാണ് ആക്ഷേപിക്കാനും തെറി പറയാനും തയ്യാറായത്. അതൊക്കെ വിലയിരുത്താൻ പറ്റിയ രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർമാർ എന്നതുകൊണ്ട് തന്നെ നമുക്കനുകൂലമായി വലിയ തരംഗമുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാണ് ഈ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു
അന്തിമ വിശകലനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്തായാലും കഴിഞ്ഞ തവണത്തെ ആ ഭൂരിപക്ഷത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? നമ്മൾ കണക്ക് കൂട്ടുന്നത് 50,000 മുകളിലേക്ക് എന്നുള്ളതിനാണ്. നമ്മൾ കണക്ക് കൂട്ടുന്ന മറ്റു പല ഘടകങ്ങളുമുണ്ട്. ആ ഘടകങ്ങളൊക്കെ ഒത്തു വന്നാൽ കഴിഞ്ഞ തവണത്തെ മാർജിനേക്കാൾ ഭൂരിപക്ഷം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കുണ്ടാകും. അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഒക്കെ പറയുന്നത് പോലെ തന്നെയാണ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഒരു വശത്ത് കെ സുധാകരനാണ്, മറുവശത്ത് എം വി ജയരാജനാണ്. ഈ രണ്ട് സ്ഥാനാർത്ഥികളെ താരതമ്യം ചെയ്താൽ കണ്ണൂരിൽ സാമാന്യബോധമുള്ള ആളുകൾ കെ സുധാകരന് മാത്രമേ വോട്ട് ചെയ്യൂ. അദ്ദേഹം ദീർഘകാലമായി പൊതുരംഗത്തുണ്ട്. അദ്ദേഹത്തിനോട് ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ CPM സ്വീകരിക്കുന്ന സമീപനം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായ വസ്തുതയാണ്. അദ്ദേഹത്തിനെതിരെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ആരോപണങ്ങളും അതുപോലെ തന്നെ ഒരു ക്രിമിനൽ എന്നുള്ള രൂപത്തിലെ വിശേഷങ്ങളൊക്കെ തന്നെ തകർന്ന് തരിപ്പണമാകുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ പലതും രാഷ്ട്രീയ എതിരാളികളെ അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി CPM പല മാർഗങ്ങളും സ്വീകരിക്കും. അതൊക്കെ ഇപ്പോൾ നേരാവണ്ണം ജനങ്ങൾക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് CPMൻ്റെ അണികൾക്കാണ്. പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ടത് പ്രമുഖനായ കവി സച്ചിദാനന്ദൻ ഇടയ്ക്ക് ഒരു 5-6 മാസം മുമ്പേ പറഞ്ഞു, കേരളത്തിലെ CPMൻ്റെ അണികൾ അവരൊരു തെരഞ്ഞെടുപ്പ് വരുന്നാൽ CPM പാർട്ടി ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഈ പാർട്ടി നിലനിൽക്കണമെങ്കിൽ ഈ രൂപത്തിൽ ഭരണം തുടരാൻ പാടില്ല, ഈ രൂപത്തിൽ ഭരണം തുടരാൻ പാടില്ല എന്നാണ് അണികൾ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. കാരണം നിലവിലുള്ള ഭരണം CPMൻ്റെ നേതൃത്വത്തിലുള്ളതാണെങ്കിലും ആ ഭരണം അല്ലെങ്കിൽ ആ നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ LDF ഈ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണ ആയുധമാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവനകളാണ്. വേണ്ടി വന്നാൽ BJPയിലേക്ക് താൻ പോകും എന്നുള്ള ചില പ്രസ്താവനകൾ, അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഒക്കെ വെച്ചിട്ടാണ് അവർ വലിയ തോതിലുള്ള പ്രചരണം നടത്തിയത്. ഇത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചലനം അല്ലെങ്കിൽ കെ സുധാകരനെതിരായ ഒരു വികാരം ഉണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നോ? അതൊരിക്കലും CPMനൊരു തെറ്റായ ധാരണയുണ്ട്. അത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ കേട്ടതൊക്കെ അപ്പാട് വിഴുങ്ങുന്നവരാണ്, അത്രമാത്രം വിജ്ഞാനമില്ലാത്തവരാണ് എന്നൊരു ബോധം CPMനെ നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അപവാദ പ്രചരണം നടത്തിയാൽ ആ പ്രചരണം അവരൊക്കെ വിശ്വസിച്ചു കൊള്ളും എന്ന് തോന്നുന്നത്. ഇപ്പം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇതേ കേസറ്റ് പലതവണ ഇറക്കിയിരുന്നു, അത് ജനങ്ങൾ വിശ്വസിച്ചിട്ടില്ല. കഴിഞ്ഞതിന് തൊട്ട് മുമ്പ് സുധാകരൻ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. ആ സുധാകരനെ 96,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയിട്ട് വിജയിപ്പിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. അന്ന് ഉന്നയിച്ച ആരോപണവും സമാനമായ ആരോപണമാണ്. പിന്നെ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്കറിയില്ലേ, CPMകാർ പറയുന്നതൊന്നാണ്, ഇരുട്ടിൻ്റെ മറവിൽ പ്രവർത്തിക്കുന്നത് മറ്റൊന്നാണ്. BJPയിലെ നേതാവിനെ വീട്ടിൽ വിളിച്ചിരുത്ത് സൽക്കരിച്ച് BJPയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയത് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറുമായ EP ജയരാജനാണ് എന്ന് നമ്മൾ കണ്ടല്ലോ, അത് നിഷേധിച്ചിട്ടില്ലല്ലോ. ഇപ്പം നമ്മൾ കാണേണ്ടെന്ന CPM നേതാക്കന്മാർ RSSുമായിട്ട് ചർച്ച നടത്തുന്നു, CPM നേതാക്കന്മാർ BJPയായിട്ട് ചർച്ച നടത്തുന്നു, അവരുമായിട്ട് ഡീൽ ഉണ്ടാക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. നമ്മളാരും അങ്ങനെ ചെയ്യുന്നില്ല. ഇതൊക്കെ ചെയ്യുന്നവർ നമ്മൾ സംശയിക്കാതിരിക്കാൻ ഇതേ ആരോപണം നമ്മുടെ നേതാക്കന്മാരുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുകയാണ്. അപ്പോൾ ഇത് കെ സുധാകരൻ്റെ രാഷ്ട്രീയം കണ്ണൂരിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും പ്രവർത്തന ശൈലിയും അറിയാം. അപ്പം നമുക്ക് അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നങ്ങ് സംസാരിക്കും. എന്താ ആ പറഞ്ഞതിൻ്റെ BJPയിലേക്ക് പോകുമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ഒരു സംഭാഷണത്തിൽ ഒരു ചെറിയ ശകലം എടുത്തിട്ടാണ് പറയുന്നത്. പൂർണ്ണമായിട്ട് പറയട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ തീരുമാനമാണ്, CPMൻ്റെ ഓട് ചോദിക്കില്ല എന്ന് പറയാൻ വേണ്ടി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആ പറഞ്ഞതിൻ്റെ ഒരു വരിയെടുത്ത് ഇത് ആണ് സുധാകരൻ്റേത് എന്ന് പറഞ്ഞാൽ ആ വരിയാണോ പ്രസക്തമായിട്ടുള്ളത്? അല്ല, EP നടന്നു പോകുമ്പോൾ കയറി എന്നാണ് പറഞ്ഞത്. ഫ്ലാറ്റിൽ കയറണമെങ്കിൽ ആ ഫ്ലാറ്റിലേക്ക് അന്വേഷിച്ച് അങ്ങോട്ട് പോകണ്ടേ? ഇത് റോഡരികിൽ നിൽക്കുന്ന വീടല്ല. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ എല്ലാ കാലത്തും പൊട്ടന്മാരാണ് എന്ന് ധരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, അത് ക്യാപ്സൂളായിട്ട് പ്രചരിപ്പിക്കുന്ന കുറച്ചണികൾ, അവരെ ഉപയോഗിച്ച് എല്ലാം ചെയ്യാം എന്ന് ധരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിശ്വാസം അല്ലെങ്കിൽ CPM നേതാക്കന്മാരുടെ വിശ്വാസമാണ് പ്രശ്നം.
ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ വളരെ സജീവമായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഇടപെടുകയും ജനങ്ങൾക്ക് തന്നെ നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ഒരു മാധ്യമം കയ്യിലുള്ളപ്പോൾ ഇത് എളുപ്പം കൊണ്ട് നടക്കാൻ കഴിയില്ല എന്ന് CPM-ന് വൈകാതെ ബോധ്യം വരും. ഈ തെരഞ്ഞെടുപ്പ് CPM-നെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ താഴോട്ടിറങ്ങുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകമായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ്. കേരളത്തിൽ എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഒന്ന് ആശയവിനിമയം നടത്തിയപ്പോൾ ബോധ്യമാകുന്ന ഒരു വസ്തുത, കേരളത്തിലെ 20 സീറ്റും ഇപ്പോൾ CPM ചില സീറ്റുകളിൽ BJP-യുമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് വടകര പോലുള്ള സ്ഥലങ്ങളിൽ. പക്ഷേ അതിനെയും അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി, ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി, ഇന്ത്യ മുന്നണിയിൽ CPM ഉണ്ടെന്ന് പറയുന്നത് ഉച്ചത്തിലല്ല, രഹസ്യമായിട്ടാണ്. അവരുടെ ഒരു സേവനവും നമുക്ക് കിട്ടിയിട്ടില്ല. CPM മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും പ്രചരണം നടത്താൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വേണ്ട എന്ന് അവിടെ പറയുന്ന നിലയിലേക്ക് ഇപ്പോൾ നമുക്കറിയാം അവരുടെ റോൾ എന്താണെന്ന്. അപ്പോൾ ഇന്ത്യയിലെ മതേതര കാഴ്ചപ്പാടുള്ള ജനങ്ങളുടെ, വികസന കാഴ്ചപ്പാടുള്ള ജനങ്ങളുടെ ഒക്കെ വലിയൊരു കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണി. ആ നിലയിൽ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPM ഇല്ലാത്ത, CPI ഇല്ലാത്ത ഇന്ത്യ മുന്നണി, ഐക്യജനാധിപത്യ മുന്നണി 20 സീറ്റിലും ജയിക്കും. അതിനകത്ത് ഏറ്റവും നല്ല ഭൂരിപക്ഷമുള്ള ഒരു നിയോജക മണ്ഡലമായിട്ട് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം മാറും എന്ന് തന്നെയാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് UDF ലീഡ് പ്രതീക്ഷിക്കുന്നത്? ഞങ്ങളിപ്പോൾ കണക്ക് കൂട്ടിയപ്പോൾ 7 മണ്ഡലത്തിലും ഞങ്ങൾക്ക് ലീഡ് ഉണ്ടാവും, തർക്കമില്ലാത്ത വിഷയമാണ്. മട്ടന്നൂരിലും ലീഡോ? 7 സ്ഥലത്തും ഞങ്ങൾക്ക് ലീഡ്. കഴിഞ്ഞ തവണ എന്താ ഉണ്ടായത്? 4000 വോട്ടിൻ്റെ ലീഡാണ് അവിടെ ഉണ്ടായത്, എൻ്റെ ഓർമ്മ. 7000 വോട്ടിൻ്റെ. അപ്പോൾ അത് മറികടക്കാൻ എത്ര വോട്ടാണ് വേണ്ടത്? അപ്പോൾ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കും. അവർ ആ പ്രതികരണം അവരുടെ സമ്മതിദാന അവകാശം ഉപയോഗിച്ചു കൊണ്ടായിരിക്കും. നമുക്ക് ഇരിക്കൂറിലും പേരാവൂരിലും ഒക്കെ റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാകും. കണ്ണൂരിലും അഴീക്കോടും സമാനമായ രൂപത്തിൽ. തളിപ്പറമ്പ് കഴിഞ്ഞ തവണ തന്നെ ഭൂരിപക്ഷം ഉണ്ടായതാണ്. തളിപ്പറമ്പിൽ ലീഡ് നിലനിർത്താൻ 700-ലധികം വോട്ടിൻ്റെ ലീഡാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അത് ഇത്തവണ തളിപ്പറമ്പിൽ ഒരു ലീഡ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തളിപ്പറമ്പിൽ 5000 വോട്ടിൽ കൂടുതൽ ലീഡ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 5000 വോട്ടിൽ കൂടുതൽ. അതുപോലെ തന്നെ ധർമ്മടത്തായാലും മട്ടന്നൂരായാലും ലീഡ് ഉണ്ടാവാം. ഇനി ലീഡ് ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് പുറകോട്ട് പോകേണ്ടി വരില്ല എന്ന് തന്നെ ഞങ്ങൾ കണക്കും. എന്നിട്ടും നിങ്ങൾ 50,000 എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെ പോകുമ്പോൾ 1,00,000 മുകളിലേക്ക് പോകേണ്ടതാണ്. തീർച്ചയായിട്ടും പോകും. ഞാൻ അതാണ് പറഞ്ഞത്. ഏതെങ്കിലും സാഹചര്യം, എല്ലാ സാഹചര്യവും കണക്കൂട്ടല്ലോ. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് കാൽക്കുലേഷനാണ്. ഞങ്ങൾ എല്ലാം കൂട്ടലും കുറക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം വരുന്നത് ഞങ്ങൾ പല വിധത്തിൽ നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടോ പരിശോധിക്കണം, അതുപോലെ തന്നെ പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടോ അത് പരിശോധിക്കണം. അങ്ങനെ എല്ലാം അനുകൂലമായി വരുമ്പോൾ 1,00,000 മുകളിലേക്ക് പോകും. ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലായാലും 50,000 വോട്ടിൽ താഴോട്ട് പോകേണ്ട ഒരു സാഹചര്യവും നിലവിൽ കണ്ണൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഇല്ല എന്നതാണ് ഞങ്ങളുടെ അവസാനഘട്ട വിലയിരുത്തൽ. ഈ നെഗറ്റീവ് ഫാക്ടറിൽ മണ്ഡലത്തെ MP ശ്രദ്ധിച്ചില്ല എന്നുള്ളത് വലിയ തോതിലുള്ള ഒരു ചർച്ചയായ കാര്യമാണ് എന്ന് തോന്നുന്നു. അത് ഏതെങ്കിലും തരത്തിൽ എതിരായി വരാൻ സാധ്യതയുണ്ട്? ഒരിക്കലുമില്ല. ഈ പ്രചരണം CPM നടത്തിയ പ്രചരണമാണ്. ഇവിടെ K. സുധാകരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരെ അവർക്ക് പറയാൻ പറ്റിയ ഏക കാര്യം അതാണ്. നമുക്കറിയാം K. സുധാകരൻ KPCCയുടെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തിന് അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഉത്തരവാദിത്തങ്ങൾ ഉള്ളപ്പോഴും മണ്ഡലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാതിരുന്നിട്ടില്ല. MP ഫണ്ട് ഉൾപ്പെടെയുള്ളവ ചെലവഴിച്ചിട്ടുണ്ട്. അതിനകത്ത് ശ്രീമതി ടീച്ചർ ഉണ്ടായ കാലയളവിൽ ചെലവഴിക്കാതിരുന്ന തുക അത് K. സുധാകരൻ ചെലവഴിച്ചിട്ടില്ല എന്ന രൂപത്തിലാണ് ആരോപണം. അങ്ങനെ ആരോപണം പറഞ്ഞിട്ട് സുധാകരന് വോട്ട് കൊടുക്കാതെ വോട്ട് ആർക്കാണ് കൊടുക്കേണ്ടത്? MV ജയരാജനാണ് കൊടുക്കേണ്ടത്. MV ജയരാജൻ്റെ 10 വർഷത്തെ എടക്കാട് അസംബ്ലി മണ്ഡലത്തിലെ പ്രവർത്തനം പരിശോധിച്ചാൽ അദ്ദേഹം 10 വർഷം ഉണ്ടായിട്ട് അവിടെ എന്താണ് ചെയ്തത് എന്ന് അവിടുത്തെ ജനങ്ങൾക്കറിയാം, ജില്ലയിലെ പല ആളുകൾക്കും അറിയാം. അപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാം മറന്നുപോകും, പഴയതൊക്കെ എന്ന് ധരിക്കുന്ന ആളുകൾ പുതിയത് കുത്തിപ്പൊക്കുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞെന്ന് വരും. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പിൽ MP ശ്രദ്ധിച്ചില്ല എന്ന വിഷയത്തിനാണോ വോട്ട് വേണ്ടത്? അല്ല, ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ടാണോ വോട്ട് വേണ്ടത്? CPM-ൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? അവർക്ക് അവരുടെ ചിഹ്നം നഷ്ടപ്പെട്ടു പോകും, അഥവാ ചിഹ്നം നഷ്ടപ്പെട്ടാൽ ഈനാം വേച്ചിയോ മരപ്പെട്ടിയോ ആവും ചിഹ്നം എന്ന് പറഞ്ഞത് CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അവർക്ക് ചിഹ്നത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ മറുവശത്ത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്, രാജ്യമുണ്ടായാലേ അവർക്ക് ജീവിക്കാൻ വേണ്ടി പറ്റൂ. ചിഹ്നമുണ്ടായാൽ പറ്റില്ല. ചിഹ്നം വേറെ എന്തോ ആവാം. അപ്പോൾ ചിഹ്നമല്ല, രാജ്യമാണ് പ്രശ്നം എന്ന് ചിന്തിക്കുന്ന രാജ്യസ്നേഹികൾ, മതേതര വിശ്വാസികൾ, വികസന തൽപരരായ ആളുകൾ, എല്ലാ വിധത്തിലും നല്ല സൗഹാർദ്ദം, വെറുപ്പും വിദ്വേഷവുമല്ല, സ്നേഹമാണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവരുടെ മുമ്പിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ.
അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, ഇന്ത്യ മുന്നണിയാണ്, UDF ആണ്. ആ നിലയിലുള്ള വോട്ടുകൾ സമാഹരിക്കപ്പെട്ടാൽ CPM കൊണ്ടുവന്ന പ്രചരണങ്ങൾ ജനങ്ങൾ മുഖവിലക്കെടുക്കാതിരുന്നാൽ 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്, വലിയ വോട്ടിന്, അതിൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കെ സുധാകരൻ തിരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് തന്നെ വടകര പാർലമെൻറ്റ് മണ്ഡലമുണ്ട്. അവിടെയും 1,00,000 മുകളിലുള്ള വോട്ട് തന്നെ വിജയിക്കാൻ കഴിയും. അതുപോലെ തന്നെ കാസർഗോഡ് പാർലമെൻറ്റും കണ്ണൂർ ജില്ലയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അവിടെയും നല്ല വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെടും എന്നതിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഈ ഏതെങ്കിലും തരത്തിൽ ഈ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് അത് ഏറ്റവും കൂടുതൽ പ്രകടമായത് ഇരിക്കൂർ, പേരാവൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ്. അവിടെ പലരും വോട്ട് ചെയ്യാൻ എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ടോ? അതങ്ങനെയില്ല. അത് വോട്ടിങ്ങിനകത്ത് ഞങ്ങൾ പരിശോധിച്ചു. നാട്ടിലുള്ളവർ വോട്ട് ചെയ്യാതിരുന്നിട്ടില്ല. ഇപ്പോഴും കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെ രാഷ്ട്രീയവുമായിട്ട് തന്നെ നോക്കേണ്ട ഒരു വിഷയം അതിനകത്തുണ്ട്. കാരണം പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾ പലരും കേരളത്തിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പല രക്ഷിതാക്കന്മാരും SFI ഇല്ലാത്ത ക്യാമ്പസിലെ തൻ്റെ മക്കളെ ചേർക്കൂ എന്ന് പറയുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം എന്താ? കലുഷിതമായ ക്യാമ്പസുകളാണ്. പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇരിക്കൂർ മണ്ഡലത്തിലെ വോട്ടിന് ശതമാനം കുറഞ്ഞ പല ബൂത്തുകളും നോക്കിയപ്പോൾ ഒരു ബൂത്തിൽ തന്നെ, ഒരു പോളിംഗ് സ്റ്റേഷനിൽ തന്നെ 100, 150 കുട്ടികൾ വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തോ പഠിക്കുകയാണ്. അവർ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല, സ്ഥലത്തില്ലാത്തത് കൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ പഠിക്കാൻ പറ്റില്ല എന്ന നിലയിലേക്കുള്ള ക്യാമ്പസിലെ അന്തരീക്ഷം മാറ്റിയത് SFI ആണ്, CPM ആണ് അതിന് കൂടെ നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ കാണേണ്ടത്, ഇതൊക്കെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ബാധിക്കുന്ന ദോഷകരമായ പ്രവണതയാണ്. അപ്പോൾ അത് വോട്ടിംഗ് ശതമാനത്തിനകത്ത് ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ അത് പോയതിനനുസരിച്ച് മറുഭാഗത്തു നിന്ന് നമുക്ക് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. നിഷ്പക്ഷമതികളായ ആളുകൾ വോട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മക്കൾ അവിടെ പഠിക്കാൻ സാഹചര്യം എന്തുകൊണ്ടാണ്, ഇതാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അവരുടെ വോട്ട് നമുക്ക് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ കുറച്ച്, പിന്നെ അതുപോലെ തന്നെ പട്ടികക്കകത്ത് ഒന്ന് പൂർണ്ണമായി പെർഫെക്റ്റായിട്ട് മരണപ്പെട്ടവരൊക്കെ പട്ടികയിൽ നിന്ന് ഒഴിവായി, അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തവർ ഒഴിവായി ഒന്നും പറയാൻ പറ്റില്ല. അത്തരം ഇതൊക്കെ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വരാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. എല്ലാ കേന്ദ്രങ്ങളും നിങ്ങൾ നോക്കിക്കോ, ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ അത്ഭുതങ്ങളുണ്ടാവും. ഇടതുപക്ഷത്തിൻ്റെ കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളിൽ പോലും വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ അത് നോക്കിക്കഴിഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയുന്ന റിസൾട്ടായിരിക്കും ഇത്തവണ ഉണ്ടാവുക. ഈ 14 റൗണ്ടാണെന്ന് തോന്നുന്നു വോട്ട് എണ്ണൽ. അത്തരം കാര്യങ്ങളിലൊക്കെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് എന്നുള്ള രീതിയിൽ കൂടി ഉള്ള ഒരു കാര്യം. അപ്പോൾ എങ്ങനെയാണ് എണ്ണുന്ന ഒരു രീതി, എങ്ങനെയാണ് എവിടുന്ന് പോലാണ് ആദ്യം ഏത് മണ്ഡലമാണ്, അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനമായോ? അപ്പോൾ അത് അങ്ങനെ തീരുമാനിക്കണ്ട. അതായത് നമുക്ക് നിലവിൽ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് ഇപ്പോൾ കണ്ണൂർ 149 പോളിംഗ് സ്റ്റേഷനാണ്. അപ്പോൾ 1 മുതലാണ് എണ്ണുക. 1 മുതൽ 14 വരെയുള്ളത് ആദ്യത്തെ റൗണ്ടാണ്. 15 മുതൽ 28 വരെ രണ്ടാമത്തെ റൗണ്ടാണ്. അത് എല്ലാ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്തും ഇതുപോലെ 1 മുതൽ 14, അതായത് എല്ലാ 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലും 14 ടേബിൾ വീതമാണ് നിലവിലുള്ളത്. അപ്പോൾ 14 ആണ് ഒരു റൗണ്ട്. ഫസ്റ്റ് ആദ്യത്തെ ഒന്നാമത്തെ ഏതാ വരുക? ഏത് മണ്ഡലം? കണ്ണൂർ നിയോജക അസംബ്ലി മണ്ഡലത്തിൽ ഒന്നാമത് വരുന്നത് ചേലോറയിലാണ്. ഇപ്പോൾ ചേലോറയിലെ 1-ാം നമ്പർ ബൂത്ത് മുതൽ അങ്ങോട്ട് പോകും. ചേലോറ കഴിഞ്ഞാൽ പിന്നെ മുണ്ടേരി പോകും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് ആ റൗണ്ട് ആയിട്ട് തന്നെ അങ്ങനെ വരും. ഇപ്പം നമുക്ക് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ റൗണ്ടിൽ തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ലീഡ് കിട്ടിയ ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ചേലോറ എന്ന് പറയുന്നത് LDFൻ്റെ ഒരു ബെൽറ്റാണ്. LDF ആണെങ്കിലും അങ്ങനെ ഒരു വിചാരമുണ്ട്. പക്ഷേ ചേലോറയിൽ 1-ാം ഡിവിഷൻ പോളിംഗ് സ്റ്റേഷൻ വരുന്നത് പള്ളിപ്പുറം കടാങ്കോട് ഭാഗത്ത്, വാരം ഭാഗത്താണ്. അപ്പോൾ അത് വരുമ്പോൾ അത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ മേഖലയാണ്. 1 മുതൽ 14 വരുന്നത്. അപ്പോൾ ഏതായാലും അതിൽ തന്നെ നമുക്ക് ഈ വോട്ടിംഗ് പാറ്റേൺ നമ്മുടെത്തുണ്ട്. അപ്പോൾ തുടക്കം മുതൽ UDF ലീഡ് ചെയ്യും. തീർച്ചയായിട്ടും തുടക്കം മുതൽ, അതിപ്പോൾ ഏത് അസംബ്ലി മണ്ഡലം എടുത്താലും തുടക്കം മുതൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതങ്ങനെ തന്നെ ഉണ്ടാകും. പിന്നെ അതോടൊപ്പം തന്നെ 34 ടേബിളുകൾ മറുവശത്ത് ക്രമീകരിച്ചത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണാൻ വേണ്ടിയിട്ടാണ്. ഈ വോട്ട് ഫലം വൈകാൻ സാധ്യതയുണ്ട്. ഈ പോസ്റ്റൽ വോട്ടുകൾ ധാരാളമായി ഉള്ളത് കൊണ്ട് അത് ഫലം വൈകാനുള്ളൊരു സാധ്യതയുണ്ടോ? ഫലം വൈകാൻ സാധ്യത ഉണ്ടാവില്ല. കാരണം ഏകദേശം 34 ടേബിൾ, ഒരു ടേബിൾ 500 പോസ്റ്റൽ വോട്ട് മാത്രമേ എണ്ണൂ. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാ റൗണ്ടും പൂർത്തിയാവുന്നതിന് മുമ്പായിട്ട് പോസ്റ്റൽ വോട്ടും എണ്ണി തീർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ പൂർണ്ണമായി
തീരാനുള്ള എല്ലാ സാധ്യതയും. ഈ പോസ്റ്റൽ വോട്ടിൻ്റെ കാര്യം ആദ്യം പോസ്റ്റൽ വോട്ടാണല്ലോ എണ്ണുക. അപ്പോൾ പോസ്റ്റൽ വോട്ട് എപ്പോഴും അനുകൂലമായി വരാറുള്ളത് LDF അനുകൂലമായിട്ടാണ്. ഇത്തവണ ധാരാളം പോസ്റ്റൽ വോട്ടുകളുണ്ട്. പ്രായമായ അവർക്കൊക്കെ വീട്ടിലെ വോട്ട് നൽകിയതുകൊണ്ട് സ്വാഭാവികമായും പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. പോസ്റ്റൽ വോട്ടുകളുടെ കാര്യത്തിൽ കണക്ക് എടുത്തിരുന്നു. എങ്ങനെയാണ് അത് നിങ്ങളെ ആദ്യത്തെ ആ ഒരു ആകാംക്ഷയിലേക്ക് പോകുന്ന വോട്ടെണ്ണലിൻ്റെ ആകാംക്ഷാഘട്ടത്തിലേക്ക് പോകുന്ന ആ സമയത്ത് ലീഡിലേക്ക് പോകും എന്ന് തന്നെയാണോ വിലയിരുത്തപ്പെടുന്നത്? പോസ്റ്റൽ വോട്ടിൻ്റെ കാര്യത്തിലും നമ്മൾ ഞെട്ടുന്ന റിസൾട്ട് ഉണ്ടാവും. കാരണം 6 മാസമായിട്ട് അർഹതപ്പെട്ട പെൻഷൻ കിട്ടാത്ത ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ. അവരെങ്ങനെയാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുക? 6 മാസത്തെ പെൻഷൻ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. പ്രമേഹ രോഗികൾ, അതുപോലെ തന്നെ മറ്റ് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും, അങ്ങനെ ഓരോ രോഗികൾ, അവരൊക്കെ ഈ കാശ് വാങ്ങിച്ചിട്ടാണ് അവരെ മരുന്നുൾപ്പെടെ വാങ്ങുന്നത്. അപ്പോൾ 6 മാസത്തെ തുക കുടിശ്ശികയായി നിൽക്കുമ്പോൾ മുന്നിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ കാണേണ്ടത്, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷം ജയിച്ചു എന്ന് പറയുന്നതിനകത്ത് മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനോടൊപ്പം ഒരു കിറ്റ് കൂടി കൊടുത്തു. ആ കിറ്റ് ഉൾപ്പെടെ കിട്ടിയപ്പോൾ ഇതൊരു വലിയ അംഗീകാരമാണ്, നമ്മളെ ഒരു കരുതലുണ്ട് എന്നൊക്കെ ഒരു തോന്നലുണ്ടായപ്പോൾ പലരും വോട്ട് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ചെയ്ത ആളുകൾക്ക് അർഹതപ്പെട്ടത് കിട്ടാതിരിക്കുമ്പോഴുള്ള പ്രതിഷേധം ഉണ്ടാവില്ലേ? ആ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും. 85-ന് മുകളിലുള്ള ആളുകൾ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാണ്. ആ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അവർ പലരും ഓപ്പൺ വോട്ടിന് തയ്യാറാവാതെ നിന്നിട്ടുണ്ട്. ഓപ്പൺ വോട്ടിന് മുൻകൂട്ടി ആളെ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ചില സ്ഥലത്ത് ചില ഇടപെടൽ നടത്താൻ വേണ്ടി നടത്തിയപ്പോൾ അത് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അതിന് എതിരെ ശബ്ദങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് കാണേണ്ടത് എല്ലാ വിഭാഗം ആളുകളിലും ഇടതുപക്ഷത്തിനെതിരായി, CPM-നെതിരായി, ഇവിടുത്തെ ഇപ്പോഴുള്ള കേരളത്തിലെ ഭരണത്തിനെതിരായി വികാരങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ പ്രതിഫലിക്കും എന്നതാണ് ഞങ്ങൾ നിരീക്ഷിക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. UDF സ്ഥാനാർത്ഥി K. സുധാകരൻ്റെ ചീഫ് ഇലക്ഷൻ ഏജന്റാണ് അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ. ഈ കാര്യങ്ങൾ, അതായത് വോട്ടെടുപ്പിന് മുമ്പും അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുകയും അതിനുശേഷം ഈ കമ്മിറ്റികളൊക്കെ ചേർന്ന് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വോട്ട് ചോർന്നിട്ടുള്ളത്, ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് CPM-ൽ നിന്ന് വോട്ട് ലഭിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവർ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായാലും വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടം മുതൽ, തുടക്കം മുതൽ തന്നെ ലീഡിലേക്ക് K. സുധാകരൻ പോകും എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ വിലയിരുത്തുന്നത്. പോസ്റ്റൽ വോട്ടിൻ്റെ കാര്യത്തിലായാലും ഇത്തവണ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. വലിയ വിജയം, അതായത് 50,000-ന് മുകളിൽ എന്ന ഭൂരിപക്ഷം അത് ഉറപ്പാണെന്ന് പറയുന്നു. അത് ചിലപ്പോൾ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിന് മുകളിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. അത്തരം രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് UDF വിലയിരുത്തുന്നത്, അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ വിലയിരുത്തുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.